എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 7ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ അടിസ്ഥാന പാഠാവലിയിൽ നിന്നും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോയാലോ. വായിക്കാം, എഴുതാം. ബാലാമണി അമ്മയുടെ കളിക്കൊട്ട എന്ന കവിതയിലെ വരികൾ ചുവടെ കൊടുക്കുന്നു. കവിത വായിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അന്നു ശസ്സിൽ അതിഥിയായി തൻ വീട്ടിൽ വന്നൊരാ കൊച്ചു തോഴിക്കു കാണിക്കാൻ ഉണ്ണിമച്ചിലെ കോടി ശ്രമാൽ കൊണ്ടുവന്നു വാരുറ്റ തൻ കളിക്കൊട്ട. സാവധാനമെടുത്താനതിൽ നിന്നും സ്വാഭിമാനം നിലത്തു നിരത്തിനാൽ പാവകൾ ചെറുപന്തുകൾ ചെമ്പകപ്പൂവിതളുകൾ നാൽപ്പട്ടുനാടകൾ കൂർത്ത കുന്തത്തലപ്പുകൾ കോമാളിക്കൂത്തടിക്കുന്ന വേതാളവേഷങ്ങൾ വണ്ടി ഏതോ തകർന്നതിൻ തുണ്ടുകൾ 2-3 കാശപ്പൊതികളും ആമിടുക്കന്റെ ലീലാവിരുതെഴുമോമന കൈവിരൽകളിലൂടവേ ആവിരൂപജട പദാർത്ഥങ്ങളിലാശു പാഞ്ഞെത്തി ജീവിത സൗന്ദര്യം തഞ്ചി നിൽപ്പതായി കാണായ വയലിലും പുഞ്ചിരിയും കരച്ചിലും കൊഞ്ചലും. ഒന്നാമത്തെ ചോദ്യം, പെട്ടെന്ന് എന്ന അർത്ഥമുള്ള ഏത് പദമാണ് കവിതയിലുള്ളത്? തഞ്ചി, വാരുറ്റ, ഉഷസ്, ആശു. ഉത്തരം ആശു. രണ്ടാമത്തെ ചോദ്യം, ഉണ്ണിയുടെ കളിക്കൊട്ടയിൽ ഇല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? പട്ടുനാടകൾ, ചെമ്പകപ്പൂവിതളുകൾ, പാവകൾ, മച്ചിങ്ങവണ്ടി. ഉത്തരം മച്ചിങ്ങവണ്ടി. മൂന്നാമത്തെ ചോദ്യം, കുട്ടിയുടെ കൈവിരൽ തൊട്ടപ്പോൾ കളിക്കൊട്ടയിലെ വസ്തുക്കളിൽ പാഞ്ഞെത്തിയത് എന്താണ്? ഭംഗി, ജീവിത സൗന്ദര്യം, കരച്ചിൽ, പുഞ്ചിരി. ഉത്തരം ജീവിത സൗന്ദര്യം. നാലാമത്തെ ചോദ്യം, കളിക്കൊട്ടയെടുക്കാൻ ഉണ്ണി എങ്ങോട്ടാണ് ഓടിയത്? മുറിക്കുള്ളിലേക്ക്, മച്ചിലേക്ക്, മുറ്റത്തേക്ക്, തോട്ടത്തിലേക്ക്. ഉത്തരം മച്ചിലേക്ക്. അഞ്ചാമത്തെ ചോദ്യം, ഉണ്ണിയുടെ വീട്ടിൽ അതിഥിയായി എത്തിയത് ആരാണ്? തോഴി, ചേച്ചി, സഹപാഠി, തോഴൻ. ഉത്തരം തോഴി. പ്രവർത്തനം 2, വിശകലനക്കുറിപ്പ്. രോഗബാധിതർ കിടന്നലറുമ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ. പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ 4 ദിക്കിലും കറുത്ത കോട്ടയായി തീ കുടുക്കകളടയ്ക്കുമന്തിയിൽ. പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ. ഈ വരികളിലൊക്കെ ഫാത്തിമ തുരുത്തിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥ വ്യക്തമാകുന്നുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ജലാശയത്താൽ ചുറ്റപ്പെട്ട ഒറ്റപ്പെട്ട പ്രദേശമാണ് ഫാത്തിമ തുരുത്ത്. അവിടെയുള്ള മനുഷ്യരും മറ്റു ജീവികളും അനുഭവിക്കുന്ന ദുരിതങ്ങളും ഒറ്റപ്പെടലും എല്ലാം ഈ വരികളിലുണ്ട്. രോഗബാധിതർ കിടന്നലറുമ എന്ന് തുടങ്ങുന്ന വരികളിൽ തുരുത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന രോഗവും ദുരിതവും വ്യക്തമാണ്. മഴക്കാലം അതിതീവ്രമായി തുരുത്തു നിവാസികളെ ബാധിക്കുന്നതും തുടർന്നുള്ള വരികളിൽ ഉണ്ട്. പൂച്ചകളും അനാഥരായ നായകളും എന്ന വരികൾ അനാഥത്വത്തിന്റെ സൂചനയാണ്. തുരുത്തുകളിലെ പൊന്തക്കാടുകളിൽ രാത്രിയിൽ അവയ്ക്ക് തണുപ്പ് സഹിച്ചു ഇരിക്കേണ്ടി വരുന്നത് ആരോരുമില്ലാത്തതുകൊണ്ടാണ്. ബി ക്വസ്റ്റ്യൻ, തീ കുടുക്ക എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ശരിയായത് ഏത്? നിങ്ങളിത് വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ശരിയായിട്ട് തോന്നുന്നത് ഏത് രീതിയിൽ എഴുതിയതാണ്? ഉത്തരം തീ പ്ലസ് കുടുക്ക. പ്രവർത്തനം 3, കുറിപ്പ് തയ്യാറാക്കുക. പറഞ്ഞു വെച്ച കഥ പോലെ കാട് അങ്ങനെ പാടുന്നു. ഇവിടെ കാട് പാടിയത് എന്താവാം? എഴുതി നോക്കൂ. കാടിന് ധാരാളം കഥകളും പാട്ടുകളുമുണ്ട്. മനുഷ്യൻ ആദ്യമായി വളർന്നു വന്നത് കാടുകളിലാണ്. ആദിമ മനുഷ്യനെ കുറിച്ചുള്ള പാട്ടുകൾ കാട് പാടുന്നുണ്ട്. കാട്ടിലെ മൃഗങ്ങളും മരങ്ങളും എല്ലാം കാടിന്റെ പാട്ടിൽ കടന്നു വരുന്നു. അതുപോലെ തന്നെ കാട്ടിലെ അരുവികളുടെ സംഗീതം ആ പാട്ടുകളിലുണ്ട്. കാട് കറുത്ത കാട്, മനുഷ്യരാദ്യം പിറന്ന വീട് എന്ന വരികൾ വളരെ അർത്ഥമുള്ളവയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരിക്കൽ അഭയം നൽകിയത് കാടായിരുന്നു. ആ ഓർമ്മകളെല്ലാം കാടിന്റെ പാട്ടിലുണ്ട്. പഴയതും പുതിയതുമായ ധാരാളം പാട്ടുകൾ കാട് പാടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കാട് പാടുന്ന പാട്ടുകളിൽ ദുഃഖം കലർന്നിട്ടുണ്ട്. കാടും അതുമായി ബന്ധപ്പെട്ട ഒരു സുന്ദര ലോകവും ഇല്ലാതാക്കുന്നതിന്റെ വേദനയാണ് കാടിന്റെ പാട്ടിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. പ്രവർത്തനം 4, നിവേദനം തയ്യാറാക്കുക. നിവേദനം തയ്യാറാക്കുക. നിങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും ഒരു പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒരു നിവേദനം തയ്യാറാക്കുക.
നിവേദനം തയ്യാറാക്കുന്ന ഫോർമാറ്റാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. അതിന് പ്രകാരം ഒരു മോഡൽ നിവേദനവും ഇവിടെ തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് മുൻപാകെ താന്നിപ്പുഴ പഞ്ചായത്ത് നിവാസികൾ സമർപ്പിക്കുന്ന നിവേദനം. വിഷയം പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച്. സർ, താന്നിപ്പുഴ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ അനധികൃതമായി പാറ പൊട്ടിക്കുന്ന വിവരം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തദ്ദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കുറച്ചു കാലമായി നിർത്തിവച്ചിരുന്ന പാറ പൊട്ടിക്കൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്ക് വിള്ളൽ, കുടിവെള്ളക്ഷാമം, പൊടിമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. ഈ വിഷയം പരിഹരിക്കുന്നതിന് എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശ്വസ്തയോടെ രാധാകൃഷ്ണൻ, പൗരസമിതി പ്രസിഡന്റ്, താന്നിപ്പുഴ പഞ്ചായത്ത്. പ്രവർത്തനം 5. നിരീക്ഷണക്കുറിപ്പ്. ക്വസ്റ്റ്യനാണ്. ചിരിയോടൊപ്പം ചിന്തയിലേക്കും നയിക്കുന്ന കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം. നിങ്ങളുടെ നിരീക്ഷണം എഴുതുക. വീടിന്റെ തൊട്ടടുത്ത് സാംസ്കാരിക പ്രസംഗം നടത്താൻ പോകുന്ന കഥാകൃത്ത് അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉമ്മ വന്ന് കിണറ്റിൽ പൂച്ച വീണ വിവരം പറയുന്നത്. തനിക്ക് തിയറി മാത്രമേ അറിയൂ, പ്രാക്ടിക്കൽ അറിയില്ല എന്നത് മറച്ചുവെച്ച് കഥാകൃത്ത് പ്രസംഗത്തിന് ക്ഷണിക്കാൻ വന്ന കാസിം അടക്കമുള്ള സുഹൃത്തുക്കളെ പ്രശ്നപരിഹാരത്തിനായി സമീപിക്കുന്നു. പിന്നീട് ആ പ്രദേശത്തുള്ള മുഴുവൻ പേരും അവിടെ ഒത്തുകൂടുകയും പലരും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പൂച്ചയുടെ കഴുത്തിൽ കുരുക്കിട്ട് കുട്ടയിലേക്ക് ഇറക്കി കൊണ്ടുവരാം എന്ന് വിചാരിച്ച് അനന്തൻ നടത്തിയ ശ്രമം വിഫലമാവുകയും അയാൾ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. പിന്നെ അനന്തനും പൂച്ചയും കരകയറി. അവസാന പ്രസംഗം നടത്താൻ കഥാകൃത്ത് എത്തുമ്പോൾ അവിടെ മൈക്ക് ഓപ്പറേറ്ററും ഒരു പശുക്കുട്ടിയും മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഗ്രാമീണ ജീവിതത്തിലെ ചില നേർക്കാഴ്ചകളാണ് ഈ കഥ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനം ഏത് പ്രശ്നവും പരിഹരിക്കാൻ സഹായിക്കുമെന്ന് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു. നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതയും ഐക്യവും എല്ലാം ഈ കഥയിലുണ്ട്. ബി ക്വസ്റ്റ്യൻ. കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം ഏതു സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ലേഖനം, ചെറുകഥ, അനുഭവക്കുറിപ്പ്, നോവൽ. ഉത്തരം ചെറുകഥ. പ്രവർത്തനം 6. സങ്കൽപ്പിച്ച് എഴുതുക. പട്ടണം പറന്നുകണ്ട പക്ഷിയായി ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. ഒരു പക്ഷേ ഇതുപോലെ നിങ്ങൾ ഫാത്തിമ തുരുത്തിനു മുകളിൽ പറന്നു എന്ന് കരുതുക. അവിടെ കണ്ട കാഴ്ചകൾ സങ്കല്പിച്ച് എഴുതുക. നിഴലും നിലാവും ചേർന്ന് മനോഹരമായ കാഴ്ചയൊരുക്കുന്നു ഫാത്തിമ തുരുത്ത്. കായലിന്റെ നടുവിൽ ഒരു സ്നേഹത്തുരുത്ത് പോലെ കാഴ്ചയുടെ വിസ്മയം ഒരുക്കുന്ന തുരുത്തിൽ കൊച്ചു കൊച്ചു വീടുകളും തലയെടുപ്പോടെ നിൽക്കുന്ന തെങ്ങുകളും മറ്റു ഫലവൃക്ഷങ്ങളും കണ്ടു. പൂച്ചകളും അനാഥരായ നായകളുമൊക്കെ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടു. അവ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. കായലിലൂടെ പലയിനം മീനുകൾ നീന്തി തുടിക്കുന്നു. കായൽ കൊണ്ട് മാലയിട്ട പോലെ കൊപ്പിളി മീനുകൾ നീങ്ങുന്ന കാഴ്ചയും അതിമനോഹരമാണ്. പ്രവർത്തനം 7. ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം. പൊന്തക്കാടുകളിൽ രാത്രിയിൽ തണുപ്പ് സഹിച്ച് കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിവരണമായി അവതരിപ്പിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരന്റെ കിണറ്റിൽ ഒരു പൂച്ച ചാടിയിരിക്കുകയാണ്. പൂച്ചയെ എങ്ങനെ കരകയറ്റും എന്ന ആലോചനയിലാണ് എല്ലാവരും. പ്രസംഗിക്കാനും എഴുതാനും മാത്രം അറിയാവുന്ന കഥാകാരന് പൂച്ചയെ കിണറ്റിൽ നിന്ന് കയറ്റുന്നത് എങ്ങനെയെന്ന് അറിയില്ല. അതാ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത മൈതാനത്ത് പ്രസംഗിക്കാൻ പോകാൻ ഇറങ്ങിയതാണ് നമ്മുടെ കഥാനായകൻ. അദ്ദേഹത്തെ കാണാതെ അന്വേഷിച്ച് വരുന്നവരും അതാ ഉണ്ട്. അതാ കുറെ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തുള്ള മുഴുവൻ പേരും ഇപ്പോൾ കഥാനായകനെ വീട്ടുമുറ്റത്തുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവർ നടത്തുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ് അതാ കാസിം. പൂച്ച തൊട്ടിയിൽ കയറാൻ കൂട്ടാക്കുന്നില്ല. ഇടയ്ക്കിടെ അത് വെള്ളത്തിൽ വീഴുന്നുണ്ട്. വീണ്ടും നീന്തി കയറി പൊത്തിൽ കയറി ഇരിക്കുകയാണ്. എല്ലാവരും പല വഴികൾ ആലോചിക്കുന്നു. അവിടുത്തെ വീട്ടിൽ നിന്ന് കണ്ണാടിക്കുട്ടയുമായി അതാ കാതർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അതാ കണ്ണാടിക്കുട്ടയിലും പൂച്ച കയറാൻ കൂട്ടാക്കുന്നതേയില്ല. ഇനി എന്തു ചെയ്യും എന്ന് പരസ്പരം ചോദിച്ച് ഏവരും നിൽക്കുകയാണ്. അതാ അനന്തൻ കയറുകൊണ്ടുണ്ടാക്കിയ ഒരു കുരുക്കുമായി പൂച്ചയെ പിടിക്കാൻ കിണറ്റിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുരുക്കിട്ട് പൂച്ചയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പൂച്ചയും അനന്തനും ഒരുമിച്ച് വെള്ളത്തിൽ വീണു. എങ്കിലും പൂച്ചയുടെ കഴുത്തിൽ കുരുക്കിടുന്നതിൽ അയാൾ വിജയിച്ചിരിക്കുന്നു. അതാ പൂച്ച കരക്കെത്തിയിരിക്കുന്നു. അത് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ജീവനും കൊണ്ട്. അങ്ങനെ ദീർഘനേരത്തെ അവരുടെ പരിശ്രമം വിജയിച്ചിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? താങ്ക്